السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു മിഠായിയാണ് ജെല്ലി മിഠായി എന്നുള്ളത്. അതേപോലെ മറ്റു ഒരുപാട് ചോക്ലേറ്റുകളും നമ്മുടെ കുട്ടികൾ വളരെ ആവേശത്തോടെ, സന്തോഷത്തോടെ അത് നമ്മളോട് ചോദിച്ചു വാങ്ങി കഴിക്കുകയാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അത് അവർ ചോദിച്ച പാടെ അത് നാം വാങ്ങിക്കൊടുക്കുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജെല്ലി മിഠായികൾ അതുപോലെയുള്ള ഒരുപാട് നമ്മുടെ ഇന്ന് കടകളിൽ നമുക്ക് കിട്ടുന്ന ചോക്ലേറ്റുകൾ, മിഠായികൾ, ഇത് എന്തിൽ നിന്ന് ഉണ്ടാക്കുന്നു? ഇതിനെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ഉറവിടം എവിടെയാണ്? ഇത്തരം ചോക്ലേറ്റുകൾ നമുക്ക് കഴിക്കാൻ പറ്റുമോ? നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഫുഡിങ്ങിന് വേണ്ടി നാം ഉണ്ടാക്കുന്ന ഒരുപാട് വിഭവങ്ങൾ, ഫുഡിങ് എന്നതിൻ്റെ പേരിൽ നാം ഉണ്ടാക്കുകയാണ്. എന്നാൽ ഈ ഫുഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതിൻ്റെ ചേരുവകൾ എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? അതിലേക്ക് മിശ്രിതമായി ഉപയോഗിക്കുന്ന ആ പൗഡറുകൾ, അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നൊക്കെ വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അത് കേൾക്കലോടുകൂടി ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നത് നമുക്ക് മനസ്സിലാകും. ഇത് നമുക്ക് ഹലാലാണോ, നമുക്ക് പാടുണ്ടോ ഇല്ലേ എന്നത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും. ചുരുക്കി പറഞ്ഞാൽ, പന്നിൻ്റെ കൊഴുപ്പുകളിൽ നിന്ന് പോലും ഇത് ഉണ്ടാക്കുന്നു എന്നാണ് ഉസ്താദ് അവറുകൾ തെളിവ് സഹിതം നമ്മളോട് പറയുന്നത്. ഇൻഷാ അല്ലാ, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഇത് എല്ലാവരും അവസാനം വരെ കേട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന് കേട്ടു നോക്കൂ. ജെല്ലി മിഠായികൾ ഈ സംശയം പോലെ തന്നെ പന്നി, പശു പോലെയുള്ള മറ്റു ജീവികൾ, ഈ അനിമൽ ഫാറ്റ് ധാരാളമായി അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതാണ് ഇന്ന് നമ്മൾ വിപണിയിൽ കാണുന്ന ഭൂരിഭാഗം, അതായത് ഒരു 90% ജെല്ലി മിഠായികൾ അങ്ങനെയാണ്. അപൂർവമായി സസ്യങ്ങളിൽ നിന്നുള്ള ഫാറ്റ് ഉപയോഗിച്ച് ഉള്ള, എന്താ പറയുക, വെജിറ്റേറിയൻ ഫാറ്റ് ഉപയോഗിച്ച് ഉള്ള ജെല്ലികൾ, വെജിറ്റേറിയൻ ജെല്ലികളും അപൂർവമായിട്ട് ഉണ്ട്. പക്ഷെ കൂടുതലും കാണുന്നത് നമ്മുടെ മാർക്കറ്റുകളിൽ മിഠായിയായി, നമ്മുടെ വീടുകളിൽ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന പുഡിങ്ങിന് വരെ വരുന്നതെല്ലാം അടിസ്ഥാനപരമായി മൃഗക്കൊഴുപ്പുകൾ. ആ മൃഗക്കൊഴുപ്പുകൾ എന്ന് പറഞ്ഞാൽ പന്നിയുടേത്, പശുവിൻ്റേത്, ഇതിപ്പം ജാതി മത ഭേദമന്യേ കേവലം പന്നി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നം വിചാരിക്കുന്നത്. പന്നികൾ മാത്രമല്ല, അതേപോലെ തന്നെ പശു, അവരുടെ എല്ലാം കൊഴുപ്പുകളിൽ നിന്നാണ്, ആനിമൽ ഫാറ്റിൽ നിന്നാണ് ഇത് വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഭൂരിഭാഗവും അപൂർവമായിട്ട് വെജിറ്റേറിയൻ തിളപ്പിച്ച് അതിനെ പുഴുങ്ങിയിട്ട് അതിൽ നിന്നുള്ള ഫാറ്റുകളിൽ നിന്നും വരുന്നുണ്ട് എന്ന് അപൂർവമായിട്ടും ഉണ്ട്. പക്ഷെ നമുക്ക് ഭൂരിഭാഗവും നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കാണുന്നത് ബേക്കറികളിൽ, അതേപോലെ തന്നെ ഹോട്ടലുകളിൽ, അതേപോലെ നമ്മൾ വാങ്ങുന്ന വലിയ വലിയ മിഠായികൾ, ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മിഠായികൾ, യൂറോപ്പിൽ നിന്ന് വരുന്ന ഇതുപോലത്തെ സാധനങ്ങൾ, ഇതിലെല്ലാം ഈ അനിമൽ ഫാറ്റ്, പന്നി മുസ്ലിങ്ങൾക്ക് ശേഷം നിഷിദ്ധമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 80% ഹിന്ദുക്കളും പശുവിനാൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാധനവും കഴിക്കാത്തവരാണ്. ഇന്ത്യയിലെ 80% ആളുകൾ. ഇന്ത്യയിൽ 50%-ത്തിലേറെയും ആളുകൾ അനിമലിനെ ഉപയോഗിക്കാൻ പൂർണ്ണ വെജിറ്റേറിയനാണ്. ഇന്ത്യയിൽ 50% ആളുകൾ പൂർണ്ണ വെജിറ്റേറിയൻസാണ്. 80% ആളുകൾ പശുവിനന്യമായി ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാത്തവരാണ്. അതേ സാധനത്തിലാണ്, സത്യസാഹചര്യത്തിലാണ് ഇത്തരം ജെല്ലികൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് എന്നത് വളരെ ദുരന്തപരമായ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കിതിന്റെ ചരിത്രത്തിലേക്ക് തന്നെ ആദ്യമായി വരാം. ഇത് ജെല്ലി എന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത ലോകത്തേക്ക് കൊണ്ടുവന്നത് ഹന്ന ഗ്ലാസെ എന്ന പാചക വിദഗ്ധയാണ്. അവർ 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ ജീവിച്ച ഒരു സ്ത്രീയാണ്. അവരുടെ കാലം എന്നാൽ AD 1708 ജനിച്ച് AD 1770 അവർ മരണപ്പെട്ടു. ബ്രിട്ടനിലെ ആ കാലത്തെ ഏറ്റവും വലിയ പാചക വിദഗ്ധയായിരുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ പാചക വിദഗ്ധകളൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ട്. അപ്പോൾ അവരുടെ പാചക കലകൾ അതിനെ പരീക്ഷിക്കുന്ന ഒരു ഘട്ടമൊക്കെ ഇന്ന് അക്കാലത്ത് ബ്രിട്ടനിലും പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു.
ആ കാലത്ത് അവരുടെ ഒരു പുതിയ പുസ്തകം അവർ പ്രസിദ്ധീകരിച്ചു, ദി ആർട്ട് ഓഫ് കുക്കറി എന്ന പേര്. അതിലാണ് ജെല്ലിയെ കുറിച്ച് ലോക ചരിത്രത്തിൽ ആദ്യമായി ജെല്ലി എന്ന ഒരു ഭക്ഷണ സംവിധാനത്തെ കുറിച്ച്, മിഠായി ആയാലും പലഹാരമായാലും ജെല്ലി എന്നൊരു ഭക്ഷണ സംവിധാനത്തെ കുറിച്ച് ലോക ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവരുന്നത് 1747, അത് 1747 ദി ആർട്ട് ഓഫ് കുക്കറി എന്ന അന്ന ഗ്ലാസയുടെ പുസ്തകത്തിലൂടെയാണ്. ഇതിലവര് ആദ്യമായി അവര് വെക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം ആദ്യമായി അവർ എന്താ പറയുക, കാഫൂട്ട് ജെല്ലി എന്ന പേരിലാണ് ആദ്യമായി ഇതിന്റെ ഒരു സംവിധാനത്തെ അവതരിപ്പിക്കുന്നത്. കാഫ് എന്നാൽ CALF, നല്ല പശുക്കുട്ടി, ഫൂട്ട് എന്നാൽ അതിന്റെ കുളമ്പ്. അപ്പോ കാഫൂട്ട് ജെല്ലി എന്ന പേരിലാണ് ബ്രിട്ടനിൽ 1747 ഇങ്ങനെ ഒരു ചിന്ത വരുന്നത്. അതായത് പശുക്കളുടെ അതിനെ ഭക്ഷണമാക്കിയതിനു ശേഷം അതിന്റെ കുളമ്പ് അതിനെ വേവിക്കാം, നല്ല വെള്ളത്തിലിട്ട് വേവിച്ച് തിളച്ച് വന്നതിന് ശേഷം അതിൽ നിന്നുണ്ടാവുന്ന അതിനെ കുറുക്കി അവർ കൊണ്ടുവരും. എന്നിട്ട് അതിലേക്ക് പഴച്ചാറുകൾ ചേർക്കും, എന്നിട്ട് അതിനെ ഭക്ഷണമാക്കി വെക്കും. പക്ഷെ അത് വളരെ പ്രോസസ്സിംഗ് എന്നാൽ വളരെ അധ്വാനം എടുക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ബ്രിട്ടനിൽ തന്നെ അത് സാർവത്രികമായില്ല. വരേണ്യവർഗത്തിന് ഇടയിൽ മാത്രമേ ആ ഭക്ഷണം പ്രാവർത്തികമായുള്ളൂ. കാരണം വലിയ ചെലവ് വരും, വലിയ അധ്വാനം അതിന്റെ പിന്നിൽ ഉണ്ടായതുകൊണ്ട് ധാരാളം പണം അതിന് പിന്നെ ചെലവാക്കേണ്ടി വരും. അപ്പോൾ വലിയ പ്രഭുക്കളുടെയും രാജാക്കളുടെയും ഒക്കെ ആ ഫംഗ്ഷനുകളിൽ ഉപയോഗിക്കുന്നതായിട്ടാണ് ആദ്യമായി ഈ എന്താ പറയുക കാഫു ജെല്ലി ആദ്യമായി ഉപയോഗിക്കുന്നത് 18-ാം നൂറ്റാണ്ടിൽ. 19-ാം നൂറ്റാണ്ടിലും ഏകദേശം ഒക്കെ ഈ അവസ്ഥ തന്നെയാണ് ജെല്ലിയുടെ. ജെല്ലി എന്ന സംവിധാനം, ജെല്ലി എന്നൊരു ചിന്ത തന്നെ ആദ്യമായി കൊണ്ടുവരുന്നത് അന്ന ഗ്ലാസയാണ്. പക്ഷേ 20-ാം നൂറ്റാണ്ടിൽ തന്നെ മാറ്റമാണ്. 20-ാം നൂറ്റാണ്ടായപ്പോഴത്തേന് എന്തുണ്ടായി? ലോകത്തിന്റെ നാനാഭാഗത്തും നമുക്ക് മിഷനറി സംവിധാനങ്ങൾ വന്നു. അതായത് ആധുനിക രീതിയിലുള്ള അറബുശാലകൾ വന്നു. അപ്പോൾ 10 മടങ്ങോ 100 മടങ്ങോ ആയിട്ട് അറബുകൾ ലോകത്ത് വർദ്ധിച്ചു, ജനസംഖ്യയും വർദ്ധിച്ചു. അതേപോലെ തന്നെ ആധുനിക രീതിയിലുള്ള അറബുശാലകൾ വർദ്ധിച്ചപ്പോൾ അറവ് വർദ്ധിച്ചു. പന്നികളെ അറക്കുക, പശുക്കളെ, മറ്റ് ആടുമാടുകളെ ഇതിനൊക്കെ അറക്കുന്ന അറബുശാലകൾ, ആധുനിക രീതിയിലുള്ള മിഷനസ് ഒക്കെ ഉപയോഗിച്ചുള്ള അറബുശാലകൾ വർദ്ധിച്ചപ്പോൾ അതിന്റെ ഭക്ഷണം ഉപയോഗിച്ചതിന്, അതിന്റെ ഇറച്ചി ഉപയോഗിച്ചതിന് ശേഷമുള്ള അതിന്റെ എല്ല്, കുളമ്പ്, അതേ ആമാശയ ഭാഗങ്ങൾ അമിതമായി വേസ്റ്റായി. ഇപ്പോൾ ലോകത്തെ കുത്തക കമ്പനിയുടെ സ്വഭാവം അങ്ങനെയാണ്. എന്ത് കിട്ടിയാലും അവരെങ്ങനെ അത് ഉൽപ്പന്നമാക്കിയിട്ട് പണമാക്കാൻ കഴിയുമെന്നാണ് എപ്പോഴും കോർപ്പറേറ്റുകൾ ആലോചിക്കുക. അങ്ങനെ കോർപ്പറേറ്റുകൾ അമേരിക്കയിലും യൂറോപ്പിലുമുള്ള ആധുനിക സംവിധാനത്തിലെ അറബുശാലകളിൽ നിന്ന് അവർ ഇത്തരം സാധനങ്ങൾ എടുത്തു. അതായത് എല്ല്, തോല്, പിന്നെ അതിന്റെ ആന്തരഭാഗങ്ങൾ, ഉദാഹരണം ബ്ലാഡർ, അതേപോലെ തന്നെ ആമാശയ മറ്റു ഭാഗങ്ങളെല്ലാം അവരെടുത്തിട്ട് അവരെന്ത് ചെയ്തു? അതിന് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിന്റെ പ്രോസസ്സിങ് നടത്തി. അതിൽ നിന്നാണ് അതിനെ അവർ പൗഡറാക്കി. അതാണ് പിൽക്കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്തോടുകൂടെ ലോകത്തിന്റെ നാനാഭാഗത്തും വന്നിട്ടുള്ള ജെല്ലി പൗഡറുകൾ. ഈ ജെല്ലി പൗഡറുകളിൽ എന്ത് ചേർക്കുമെന്നാൽ പുതിയ കെമിക്കൽ ഫ്ലേവറുകൾ കയറ്റിയിട്ട് പ്രത്യേകമായ പഴത്തിന്റെ രുചി വരുത്തും. അതിനെ എന്താക്കും? ജെല്ലി മിഠായി ആക്കും, പുഡിംഗ് പൗഡറാക്കി അയക്കും. അങ്ങനെ അത് വലിയ ഒരു സംവിധാനമായി ലോകത്തെ. അപ്പോൾ കുത്തക കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർ 10,000 പശുക്കൾ, 10,000 പന്നികൾ, ഇതിനൊക്കെ ഒരു വില കൊടുത്ത് വാങ്ങുമ്പോൾ അതിന്റെ ഒരു ഭാഗം പോലും അവർക്ക് നഷ്ടപ്പെടില്ല, കുളമ്പ് പോലും അവർക്ക് നഷ്ടപ്പെടില്ല. അതിനെല്ലാം അവർക്ക് മാർക്കറ്റിൽ വലിയ വിലയും കിട്ടും. ഒരു കാലത്ത് ഇറച്ചിക്ക് മാത്രമാണ് അറബുശാലകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇറച്ചികളാണ് ലോക മാർക്കറ്റിൽ വിൽക്കപ്പെട്ടിരുന്നെങ്കിൽ ഒന്നും നഷ്ടപ്പെടില്ല. അതിന്റെ എല്ല്, അതിന്റെ തോല്, അതിന്റെ എന്താ പറയുക കുളമ്പ്, അതിന്റെ അതിന്റെ ചാണകം കിടക്കുന്ന ആന്തര അവയവങ്ങൾ, ഇതെല്ലാം കോർപ്പറേറ്റുകൾ മാർക്കറ്റിൽ ജെലാറ്റിൻ പൗഡർ എന്ന രൂപത്തിൽ കൊണ്ടുവന്നു. ഇത് വളരെ അപകടകരമായത്. ഇത് 2 പ്രശ്നങ്ങളുള്ളത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം അല്ലാത്തൊരു ഒക്കെ പ്രശ്നം. ഒന്ന്, ഇത് അറക്കപ്പെട്ടതാണോ, ഇത് പന്നിയുടെ എല്ലാണോ, പന്നിയുടെ തോലാണോ അറിയില്ല. ലോകത്ത് മുഴുവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജെല്ലി പൗഡറുകളിൽ 44% പന്നിയുടേതാണ് എന്നാണ് ആധുനിക പഠനം. മനസ്സിലായില്ല? അതായത് നമ്മളൊരു പിന്നെ അങ്ങാടിയിൽ, മാർക്കറ്റിൽ, ബേക്കറികളിലൊക്കെ നമ്മൾ കാണുന്ന ഈ ജെല്ലികളുണ്ടല്ലോ, ലോക വിപണിയിലുള്ള ജെല്ലി പൗഡറുകളിൽ 44% ജെല്ലി പൗഡറുകളും എന്തിൽ നിന്നാണ്? പന്നിയിൽ നിന്നാണ്. ബാക്കി പശുവിൽ നിന്നാണ്, മറ്റും ആടുമാടുകളിൽ നിന്നാണ്. പിന്നെ അതിൽ രണ്ടാമത്തെ കാര്യം, അതൊരു ഭാഗം. ഒന്ന് പന്നി. എന്റെ ഹിന്ദു സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം 80% പശുവിന്റെ ഒന്നും കഴിക്കാത്തവരാണ് അത്. 2. മൂന്നാമത്തത് അത് അറക്കപ്പെട്ടതാണോ ചത്തതാണോ അവരെ സംബന്ധിച്ചിടത്തോളം എല്ല് കിട്ടണമെന്നേ ഉള്ളൂ. കോർപ്പറേറ്റ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എന്തും അവർക്ക് ലാഭമാക്കുന്നതാണ്. അപ്പൊ അത് ചത്തതായിരുന്നോ, അത് വീണ് ചത്തുപോയതാണോ, അത് എന്നോ ചത്തുപോയ ഒരു മൃഗത്തിന്റെ എല്ലാണോ, അത് പന്നിയുടെ എല്ലും തോലുമാണോ, ചത്തതിന്റെ എല്ലും തോലുമാണോ, ഇതൊന്നും കോർപ്പറേറ്റ് കമ്പനികൾ ആലോചിക്കില്ല. അവർക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ബ്ലാഡറും അതേപോലെ തന്നെ മറ്റ് ആന്തര ഭാഗങ്ങളൊക്കെ ചാണകം ഒഴിവാക്കിയിട്ട് സംസ്കരിച്ചിട്ടുണ്ടോ, അതൊന്നും അവർക്ക് പരിശോധിക്കേണ്ടതേ ഇല്ല. അവർ പൂർണ്ണമായി ആ വേസ്റ്റ് സാധനങ്ങൾ മുഴുവനും എന്ത് ചെയ്യും? അതിനെ അവര് പുഴുങ്ങിയിട്ട് അവസാനം അതിനെ വറുത്ത് ഒരു കോലത്തിലാക്കിയിട്ട് പൗഡറാക്കും. അപ്പൊ ഏതുപോലെ ആ പൗഡറുകളിലെ ഫ്ലേവറുകൾ കയറ്റിയിട്ട്, കെമിക്കൽ ഫ്ലേവറുകൾ കയറ്റും. ചിലത് നല്ല എന്താ പറയാ പഴത്തിന്റെ രുചിയായിരിക്കും, ചിലപ്പോൾ മാംഗോന്റെ രുചിയായിരിക്കും, ചിലപ്പോൾ മാംഗോയും ഇത് തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. ചിലത് പൈനാപ്പിൾ ആയിരിക്കും. അതായത് കെമിക്കൽ ഫ്ലേവറുകൾ അതിലേക്ക് ആയിരിക്കും. അതിലേക്ക് ഫ്ലേവർ കൂട്ടുമ്പോൾ നമ്മൾ വലിയ താല്പര്യത്തോടുകൂടി നമ്മളെ കുട്ടികൾ പോയി കൊടുക്കും. അത് കുട്ടികൾ ആവേശത്തോടെ കഴിക്കും. ഇതെന്താ സാധനം? ഇത് പന്നിക്കൊഴുപ്പ്. ഇതെന്താ സാധനം? പശുക്കൊഴുപ്പ്. പശുവിന്റെ എല്ല് തോല്, പന്നിയുടെ എല്ല് തോല്.